മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രങ്ങളിലൊരാളാണ് ദ്രോണർ. കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായിരുന്ന ഇദ്ദേഹം അസ്ത്രവിദ്യയിലും ആയോധനകലയിലും നിപുണനായിരുന്നു. ഭരദ്വാജ മഹർഷിയുടെ പുത്രനാണ് ദ്രോണർ. ജനനവും ബാല്യവും ഒരു കുടത്തിൽ നിന്നാണ് ദ്രോണർ ജനിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭരദ്വാജ മഹർഷിക്ക് ഘൃതാജി എന്ന അപ്സരസിൽ അനുരാഗം തോന്നിയെന്നും ആ ശുക്ലം ഒരു കുടത്തിൽ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് ദ്രോണർ ജനിക്കുകയായിരുന്നുവെന്നും പുരാണങ്ങളിൽ പറയുന്നു. പിന്നീട് കൃപാചാര്യരുടെ സഹോദരിയായ കൃപിയെ വിവാഹം കഴിച്ചു. അശ്വത്ഥാമാവ് ഇവരുടെ പുത്രനാണ്. വിദ്യയും പ്രതികാരവും അഗ്നിവേശനിൽ നിന്ന് അസ്ത്രവിദ്യയും പരശുരാമനിൽ നിന്ന് ദിവ്യാസ്ത്രങ്ങളും ദ്രോണർ അഭ്യസിച്ചു. തന്റെ ബാല്യകാല സുഹൃത്തായിരുന്ന ദ്രുപദൻ പാഞ്ചാല രാജാവായപ്പോൾ ദ്രോണരെ അപമാനിച്ചു. ഇതിന് പ്രതികാരം ചെയ്യാൻ ദ്രോണർ പ്രതിജ്ഞയെടുത്തു. ഹസ്തിനപുരത്തിലെത്തിയ ദ്രോണർ ഭീഷ്മരുടെ നിർദ്ദേശപ്രകാരം കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവാകുകയും അവരെ ആയോധനവിദ്യകൾ അഭ്യസിപ്പിക്കുകയും ചെയ്തു. തന്റെ ശിഷ്യനായ അർജുനനോട് ദ്രുപദനെ പിടിച്ചുകെട്ടിക്കൊണ്ടുവരാൻ ദ്രോണർ ആവശ്യപ്പെട്ടു. അർജുനൻ ദ്രുപദനെ കീഴ്പ്പെടുത്തുകയും ദ്രോണർക്കു മുൻപിൽ കൊണ്ടുവരികയും ചെയ്തു. ദ്രോണർ ദ്രുപദനോടുള്ള പ്രതികാരം വീട്ടിയെങ്കിലും ദ്രുപദൻ ദ്രോണനെ വധിക്കാൻ കഴിവുള്ള ഒരു പുത്രനെ ലഭിക്കാനായി യാഗം നടത്തി. അങ്ങനെയാണ് ദൃഷ്ടദ്യുമ്നൻ ജനിക്കുന്നത്. ഏകലവ്യനും ദ്രോണരും വേട്ടക്കാരനായ ഏകലവ്യൻ ദ്രോണരുടെ ശിഷ്യനാകാൻ ആഗ്രഹിച്ചെങ്കിലും ഗുരുദക്ഷിണയായി ഏകലവ്യന്റെ തള്ളവിരൽ ദ്രോണർ ആവശ്യപ്പെടുകയും ഏകലവ്യൻ അത് നൽകുകയും ചെയ്തു. ഇതിലൂടെ ദ്രോണർ അർജുനനോടുള്ള തന്റെ വാക്ക് പാലിക്കുകയായിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ മഹാഭാരത യുദ്ധത്തിൽ കൗരവപക്ഷത്തുനിന്നാണ് ദ്രോണർ യുദ്ധം ചെയ്തത്. ഭീഷ്മരുടെ പതനശേഷം കൗരവസേനയുടെ പ്രധാന സേനാനായകനായി ദ്രോണർ ചുമതലയേറ്റു. അനേകം യോദ്ധാക്കളെ ദ്രോണർ വധിച്ചു. യുദ്ധത്തിൽ ദ്രോണരെ വധിക്കാൻ കഴിയാതിരുന്നപ്പോൾ ധർമ്മപുത്രരായ യുധിഷ്ഠിരൻ അശ്വത്ഥാമാവ് എന്ന ആനയെ കൊന്നതിനുശേഷം അശ്വത്ഥാമാവ് മരിച്ചു. നരൻ, മനുഷ്യൻ, അല്ല കുഞ്ചരൻ, ആന എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട ദ്രോണർക്ക് തന്റെ പുത്രനായ അശ്വത്ഥാമാവ് മരിച്ചുവെന്ന് തെറ്റിദ്ധാരണയുണ്ടായി. സത്യമുറപ്പാക്കാൻ യുധിഷ്ഠിരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അശ്വത്ഥാമാവ് മരിച്ചു എന്ന് വ്യക്തമായി പറയുകയും നരനല്ല കുഞ്ചരൻ എന്ന് പതിയെയും പറയുകയും ചെയ്തു. ഇത് കേട്ട ദ്രോണർക്ക് മാനസികമായി തളർച്ചയുണ്ടായി. ഈ അവസരം മുതലെടുത്ത് ദൃഷ്ടദ്യുമ്നൻ ദ്രോണരെ വധിക്കുകയായിരുന്നു. ദ്രോണരുടെ കഥ ധർമ്മം, നീതി, പ്രതികാരം, ഗുരുശിഷ്യബന്ധം എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ നൽകുന്നു.